അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കളുടെ ഇഷ്ടം പോലെ മുഹാജിറുകളുടെയോ അൻസ്വാരികളുടെയോ കൂട്ടത്തിൽ താങ്കൾക്ക് ചേരാം. ഏതാണ് നല്ലതെന്ന് താങ്കൾ നിശ്ചയിക്കുക. മക്കയിൽ വെച്ച് ആദ്യമായി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവ് യമാൻ മക്കയിൽ ബനു അബ്സ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരിക്കൽ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വധിച്ചതിനെ തുടർന്ന് അദ്ദേഹം മദീനയിലേക്ക് പോകാൻ നിർബന്ധിതനായി. അവിടെ അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരുമായി അദ്ദേഹം സമ്പർക്കം സ്ഥാപിക്കുകയും ആ ഗോത്രത്തിൽ നിന്നും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മകൻ ഹുദൈഫ ജനിക്കുന്നത്. പിന്നീട് മക്കയിൽ പ്രവേശിക്കാനുണ്ടായിരുന്ന തടസ്സം മാറുകയും അദ്ദേഹം ഇടയ്ക്കിടെ അവിടെ സന്ദർശിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരവാസം മദീനയിൽ തന്നെയായിരുന്നു. ബനു അബ്സ് ഗോത്രത്തിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന 11 പേരിൽ ഒരാൾ യമാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന് മുമ്പാണ് ഈ സംഭവം. അങ്ങനെ ആദ്യകാല മുസ്ലിങ്ങളായ മാതാപിതാക്കളോടൊപ്പം മുസ്ലിമായി ഹുദൈഫ റളിയല്ലാഹു അൻഹുവും വളരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ഒരിക്കൽ മക്കയിലേക്ക് വരികയാണ്. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ഞാൻ മുഹാജിറാണോ അൻസ്വാരിയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, താങ്കളുടെ യുക്തം പോലെ അൻസ്വാരികളുടെയോ മുഹാജിറുകളുടെയോ കൂട്ടത്തിൽ താങ്കൾക്ക് ചേരാം. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഞാൻ അൻസ്വാരിയാണ് എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊപ്പം അടുത്ത് ഇടപഴകി. ബദറിലൊഴികെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തു. ബദറിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന് പ്രത്യേകമായൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും മദീനയ്ക്ക് പുറത്ത് യാത്ര ചെയ്ത സന്ദർഭത്തിൽ അവിശ്വാസികളായ ഖുറൈശികൾ അവരെ പിടികൂടുകയുണ്ടായി. എന്നിട്ട് ഖുറൈശികൾക്കെതിരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയില്ലെന്നും മുസ്ലിങ്ങളുടെ ഭാഗം ചേർന്ന് യുദ്ധം ചെയ്യുകയില്ല എന്നും സത്യം ചെയ്യിച്ചതിന് ശേഷമാണ് അവരെ വിട്ടയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി ഈ സത്യം ചെയ്ത വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവരോട് ചെയ്ത സത്യം പാലിക്കണം. അതേസമയം അവർക്കെതിരിൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. ഉഹദ് യുദ്ധത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പിതാവും പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഷഹീദാവുകയാണ് ഉണ്ടായത്. അതും മുസ്ലിങ്ങളുടെ വാളുകൊണ്ട് തന്നെയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിരുന്നു. 2 പേരും വയോവൃദ്ധരായിരുന്നു. യുദ്ധം മുറുകിയപ്പോൾ യമാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നമ്മൾ എന്താണ് നോക്കിയിരിക്കുന്നത്? ചുരുങ്ങിയ സമയമേ ജീവിതത്തിൽ നമുക്കിരുവർക്കും ബാക്കിയുള്ളൂ. ഇന്നോ നാളെയോ എന്ന നിലയിലാണ് നമുക്ക് വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരാം. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഷഹീദാവാനുള്ള ഭാഗ്യം അള്ളാഹു തന്നേക്കാം. അങ്ങനെ അവർ 2 പേരും യുദ്ധക്കളത്തിലിറങ്ങി പോരാടി. 2 പേരും ഷഹീദാവുകയും ചെയ്തു. ഉഹുദിൻ്റെ 2ാം ഘട്ടത്തിൽ നടന്ന ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ തന്നെ അറിയാതെ അദ്ദേഹത്തെ വധിക്കുകയാണുണ്ടായത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ, അവൻ ദയാലുക്കളിൽ ദയാലുവാണ് എന്നാണ് പറഞ്ഞത്. യുദ്ധത്തിന് ശേഷം പിതാവിൻ്റെ മരണത്തിന് നഷ്ടപരിഹാരം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. എന്നാൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിനുള്ള നഷ്ടപരിഹാരം ഞാൻ മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോടുള്ള മതിപ്പ് വർദ്ധിക്കാൻ സഹായിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ 3 ഗുണങ്ങളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി. സങ്കീർണ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള അസാമാന്യമായ ബുദ്ധിശക്തി, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തി, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്. അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു. മദീനയിലുണ്ടായിരുന്ന കപടവിശ്വാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ഈ പേരുകളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് ആരോടും പറഞ്ഞിരുന്നില്ല, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഒഴികെ. അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചിരുന്നു. അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു. ഹിജ്റ 5-ാം വർഷം
അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭം. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഒരു മാസത്തിലേറെ ശത്രുക്കളുടെ വലയത്തിലായിരുന്നു മുസ്ലിങ്ങൾ. ഉപരോധം നീണ്ടുനിന്നതോടെ ഭീതിയും പട്ടിണിയും മൂലം മുസ്ലിങ്ങൾ ക്ഷീണിതരായി. അവരുടെ കണ്ണുകൾ ഉഴറുകയും ഹൃദയങ്ങൾ കണ്ടനാളം വരെ എത്തുകയും ചിലർ അള്ളാഹുവിനെക്കുറിച്ച് പലതും ചിന്തിച്ചു പോവുകയും ചെയ്തു എന്ന് ഖുർആൻ പ്രയോഗിച്ച സന്ദർഭമാണത്. അത്രയ്ക്ക് ഭീകരമായിരുന്നു രംഗം. ഒരു മാസക്കാലത്തിലേറെയുള്ള ഉപരോധത്തിനൊടുവിൽ ആ രാത്രി, കൊടും തണുപ്പുള്ള ഒരു രാത്രിയിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച കൊടുങ്കാറ്റ് മൂലം ശത്രുക്കളുടെ താവളങ്ങൾ നിലംപരിശാവുകയും വിളക്കുകൾ കെട്ടുപോവുകയും കണ്ണിലും മൂക്കിലുമൊക്കെ മണൽ കയറുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ ശത്രുക്കളുടെ രഹസ്യങ്ങൾ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അയക്കാൻ തീരുമാനിക്കുകയാണ്. കൂരിരുട്ടും കടുത്ത തണുപ്പും. ശത്രുക്കളുടെ സങ്കേതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വാർത്തകൾ ചോർത്തിയെടുക്കണം. ഇതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയാണ് തിരഞ്ഞെടുത്തത്. ഇതിനെക്കുറിച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്നെ വിവരിക്കുന്നുണ്ട്. ആ രാത്രി ഞങ്ങൾ അണിയിൽ ഇരിക്കുകയായിരുന്നു. അബൂ സുഫ്യാനും മക്ക മുശ്രിക്കുകളും ഞങ്ങളുടെ മുകൾ ഭാഗത്ത്, ജൂതന്മാരായ ഖുറൈള ഗോത്രക്കാർ ഞങ്ങളുടെ താഴ്ഭാഗത്ത്. ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും അവർ ഉപദ്രവിക്കുമെന്ന ഭീതി ഞങ്ങൾക്കുണ്ട്. ഇത്ര കൂരിരുട്ടും ശക്തമായ കാറ്റുമുള്ളൊരു രാത്രി ഞങ്ങൾക്കുണ്ടായിട്ടേയില്ല. കാറ്റിൻ്റെ ഹുങ്കാരം ഇടിപോലെ മുഴങ്ങി. സ്വന്തം കൈവിരലുകൾ പോലും കാണാൻ സാധിക്കാത്തത്ര കൂരിരുട്ട്. ഈ സന്ദർഭത്തിൽ പലരും വീട്ടിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും അനുവാദം നൽകുകയും ചെയ്തു. ഒടുവിൽ 300ഓളം പേർ മാത്രം ബാക്കിയായി. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റ് എൻ്റെ അടുത്തെത്തി. തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ചെറിയൊരു മുണ്ട് പൊതിച്ചുകൊണ്ട് ക്ഷീണം മൂലം നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ അടുത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഹുദൈഫ ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഹുദൈഫ എന്ന് അദ്ദേഹം വിളിച്ചു. കഠിന വിശപ്പും തണുപ്പും കാരണം എണീക്കാൻ കഴിയാതെ നിലത്തു തന്നെ കിടന്നുകൊണ്ട് ഞാൻ വിളി കേൾക്കുകയാണ്. ശത്രു സങ്കേതത്തിൽ എന്തോ നടക്കുന്നു. താങ്കൾ നുഴഞ്ഞു കയറി വിവരം ശേഖരിച്ചു വരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. എല്ലാവരെക്കാട്ടിലും പേടിയും തണുപ്പും എനിക്കായിരുന്നു. ഇത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹുവേ, ഇദ്ദേഹത്തെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തും മേലെയും താഴെയും നീ കാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പൂർത്തിയാക്കിയതോടെ എൻ്റെ ഭയം വിട്ടുമാറുകയും എൻ്റെ ശരീരത്തിന് അനുഭവപ്പെട്ട തണുപ്പ് വിടുകയും ചെയ്തു. ഞാൻ നടന്നു നീങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്നും വിളിച്ചു, ഹുദൈഫ, എൻ്റെ അടുക്കലെത്തുന്നതുവരെ നീ അവരെ ഒന്നും ചെയ്യരുത്. ഇല്ല എന്ന് സമ്മതിച്ച് ഞാൻ ഇരുളിൻ്റെ മറവിൽ പതുങ്ങി നടന്നു. അങ്ങനെ ശത്രുസങ്കേതത്തിൽ എത്തുകയും അവരിൽ ഒരംഗത്തെപ്പോലെ ആവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പ്രസംഗിക്കാനായി എണീറ്റു. അദ്ദേഹം പറയുകയാണ്, ഖുറൈശികളെ, ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും അടുത്തിരിക്കുന്നവൻ്റെ കൈപിടിച്ച് അത് ആരാണെന്ന് അറിയണം. ഈ സന്ദർഭത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ചു. അടുത്തിരിക്കുന്നവൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നീ ആരാണ് എന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ ഇന്നയാളാണ് എന്ന് പരിചയപ്പെടുത്തി. തുടർന്ന് അബൂ സുഫിയാൻ പറയുകയാണ്, ഖുറൈശികളെ, നിങ്ങൾക്കിവിടെ രക്ഷയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. നമ്മുടെ കുതിരകളും ഒട്ടകങ്ങളും ചത്തൊടുങ്ങി. ബനൂ ഖുറൈളക്കാർ നമ്മെ കൈയൊഴിച്ച് തടി രക്ഷിച്ചു. കൊടുങ്കാറ്റ് നമുക്ക് വരുത്തിയ കെടുതികൾ നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾക്കിവിടെ നിന്നും ഒഴിഞ്ഞു പോകാം. എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തിൻ്റെ കെട്ടഴിച്ച് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അടിച്ചോടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാക്ക് കൊടുത്തിരുന്നില്ലായിരുന്നെങ്കിൽ അമ്പെയ്ത് അദ്ദേഹത്തെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞേനെ. മടങ്ങിയെത്തിയ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഈ സന്തോഷ വാർത്ത പറഞ്ഞു കേൾപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന ഘട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്വേഷിക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ടോ മയ്യത്ത് നമസ്കരിക്കാൻ. മരണപ്പെട്ടത് കപടവിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലുമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചിരുന്നത്. ഒരിക്കൽ എൻ്റെ ഗവർണർമാരിൽ ആരെങ്കിലും കപടവിശ്വാസികളുണ്ടോ എന്ന ചോദ്യത്തിന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളുണ്ട് എന്നാണ് മറുപടി പറഞ്ഞത്. എന്നാൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വയം മനസ്സിലാക്കി ആ വ്യക്തിയെ പുറത്താക്കുകയും ചെയ്തു. പേർഷ്യയിലെ പ്രധാന നഗരികളായ നഹാവന്ത്, റയ്യ് തുടങ്ങിയവ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യാലാണ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയത്.
നെഹാവന്തിൽ പേർഷ്യൻ സൈന്യവുമായി അതിഘോരമായ യുദ്ധമാണ് നടന്നത്. പേർഷ്യക്കാർ 1,50,000 ഭടന്മാരും മുസ്ലിങ്ങൾ 30,000 പേരും മാത്രമാണുണ്ടായിരുന്നത്. ഖലീഫ ഉമർ സർവ്വസൈന്യാധിപനായി നിശ്ചയിച്ചത് നുഅ്മാൻ ഇബ്നു മുഖറിനെയായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായാൽ ഹുദൈഫ കൊടി വാങ്ങണമെന്നും അദ്ദേഹവും രക്തസാക്ഷിയായാൽ ജരീർ ഇബ്നു അബ്ദുള്ള ആ സ്ഥാനത്തേക്ക് വരണമെന്നും തുടങ്ങി 7 പിൻഗാമികളുടെ പേര് ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചിരുന്നു. നുഅ്മാൻ ഇബ്നു മുഖർ രക്തസാക്ഷിയായതോടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കൊടി ഏറ്റുവാങ്ങി. യുദ്ധം അവസാനിക്കുന്നതുവരെ നുഅ്മാൻ രക്തസാക്ഷിയായ വിവരം പരസ്യപ്പെടുത്തരുതെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അല്ലാഹു അക്ബർ, അവൻ വാഗ്ദാനം പാലിച്ചു. അല്ലാഹു അക്ബർ, അവൻ തൻ്റെ സേനയെ വിജയിപ്പിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ, അള്ളാഹുവിൻ്റെ സ്വർഗ്ഗങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരുന്ന് നേരം കളയരുത്. ബദർ യുദ്ധ ജേതാക്കളെ മുന്നോട്ട്, ഖന്തക്കിലെയും ഉഹുദിലെയും തബൂക്കിലെയും ധീരയോദ്ധാക്കളെ മുന്നോട്ട് എന്നിങ്ങനെ ആർത്തട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹം പേർഷ്യൻ അണികളിലേക്ക് കുതിച്ചു കയറി. അങ്ങനെ ആ മുന്നേറ്റം പേർഷ്യക്കാരുടെ ദയനീയമായ പരാജയത്തിന് വഴിയൊരുക്കി. ഹുദൈഫ റളിയല്ലാഹു അൻഹു പതിവായി മുസ്ലിങ്ങളോട് ചെയ്യാറുള്ള ഒരു ഉപദേശമുണ്ട്. പാരത്രിക ജീവിതത്തിന് ഭൗതിക ജീവിതത്തെ വെടിയുന്നവരും ഭൗതിക ജീവിതത്തിനു വേണ്ടി പാരത്രിക ജീവിതത്തെ വെടിയുന്നവരും നല്ലവരല്ല, അതും ഇതും സ്വീകരിക്കുന്നവരാണ് നല്ലവർ. ഹിജ്റ 36 വർഷം ഒരു പ്രഭാതത്തിൽ പരലോകയാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കെ ഒരു കൂട്ടം സ്നേഹിതന്മാർ കാണാൻ വന്നു. മയ്യത്ത് പുതിയാൻ തുണി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അവരോട് അദ്ദേഹം ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി മുന്തിയ തുണി ഉപയോഗിക്കരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് നന്മയാണുള്ളതെങ്കിൽ കൂടുതൽ മുന്തിയത് എനിക്ക് പകരം കിട്ടും, മറിച്ചാണെങ്കിൽ ഉള്ളതും നഷ്ടപ്പെടും. അതിനുശേഷം മരണത്തിന് സ്വാഗതം. ചിരപ്രതീക്ഷിതനായ സുഹൃത്ത് എത്തിക്കഴിഞ്ഞു. മരണത്തെ ഭയപ്പെടുന്നവന് വിജയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിച്ചു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.